ഹലോ ഗൈസ്, വീണ്ടും ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പുതിയ സീരീസ് ഇറങ്ങാൻ പോവുകയാണ്. സീരീസിന്റെ പേര് ചങ്ക് ബേസ് സീരീസ് എന്നാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ചങ്ക് ഫുള്ള് കുഴിച്ചിട്ട് അതായിരിക്കും നമ്മൾ ബേസ് ഇട്ടാ. അപ്പൊ നമ്മൾ ഒറ്റക്കല്ല, കൂടെ ഗെയിമർജും കൂടെ ഉണ്ട്. അപ്പൊ ഇതൊരു മൾട്ടിപ്ലെയർ സീരീസ് ആണ്. ഇതില് നല്ല ഷെയർ ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ കളിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊരു ലാഗ് ഒക്കെ ഉണ്ടാവും, ക്ഷമിക്കുക. പിന്നെ 2-3 മിനിറ്റിന് ഞാൻ വേറെ വോയിസ് ഇട്ടിട്ടായിരിക്കും ഇട്ടുണ്ടാവുക. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വോയിസ് ഇടാൻ മറന്നായി, അതുകൊണ്ടാണ്. അപ്പൊ കുറച്ച് ഞാൻ എന്റെ വോയിസ് ഒക്കെ കേൾക്കാൻ പറ്റണാണ്. അപ്പൊ ബൈ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നേരെ മൈനിങ്ങിന് പോയി നല്ല ഗിയറൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പൊ തന്നെ കൊല്ലാനായിരുന്നു പ്ലാൻ. പക്ഷെ പിറ്റേ ദിവസത്തേക്ക് ആക്കേണ്ടി വന്നു. അപ്പൊ ഞങ്ങള് അടുത്തന്നെ ഒരു റബീന ഉണ്ടായിരുന്നു, അവിടേക്ക് തന്നെ പിന്നെ പോയി. അങ്ങനെ ഞങ്ങൾക്ക് കുറെ അയ്യാനൊക്കെ കിട്ടി. ഫുൾ സെറ്റ് ഉണ്ടാക്കാനുള്ള കുറച്ചൊക്കെ ആയി. പിന്നെ ഞങ്ങൾ അടിക്ക് പോയപ്പോഴാണ് എമർജൻസി ഒരു ലാവാപ്പൂളും ഉണ്ട്. അപ്പൊ പിന്നെ നെതർ പോർട്ടൽ ഉണ്ടാക്കാനുള്ള സാധനമായി. രണ്ടുപേരും ഫുൾ സെറ്റ് ആയിരുന്നു. ഇനി നമുക്ക് ഇത് ഈ ലവ പോലെ എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതൊക്കെ ആക്കിയിട്ട് ഒരു ലാവ എടുക്കുക. അതിന്റെ അപ്പുറത്തേക്ക് അല്ല അങ്ങനെ ചെയ്യണ്ടത്. ഇത് വാട്ടർ ബക്കറ്റ് ഇത് ഇവിടെ വെക്കണട്ടെ. ഇവിടെ ആ ഒബ്സിഡിയന് റൈറ്റ് ഒബ്സിഡിയൻ ഞാനിവിടെ ലാഭിക്കും. 1 2 3 സ്റ്റാർട്ട്. ഞാൻ ഇവിടെ ഇവിടേക്ക് ഫ്ലിന്റ് ആണ് അതിന്റെ ഈ ഗ്രാവ് പൊട്ടിക്കണം. ഇവിടെ ബെഡ് സെറ്റ് ചെയ്യല്ലേ? അല്ല ഇവിടെ ഇവിടെ തന്നെ ഒരു വീട്ട്. എന്റെ വീട്ടിൽ റെസ്പോൺസിബിലിറ്റി ഇല്ലേ? അപ്പൊ ചാവാൻ വേണ്ടി പോകുന്നു. അങ്ങനെ തുടക്കത്തിൽ തന്നെ ഇന്നത്തെ നല്ലൊരു സ്ഥലത്താണ് വന്നുള്ളത്. എന്താ ഇവിടെ സോൾസാൻ്റെ കൊണ്ടൊക്കെ സ്ഥലം. It was at this moment that he knew he fucked up. അപ്പൊ ഒരു 150 ചാവലിന്റെ ശേഷമൊക്കെ നമ്മള് മോളിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളിനി വില്ലേജേഴ്സിനൊക്കെ ഇതാക്കിയിട്ട് നല്ല വില്ലേജേഴ്സിനൊക്കെ ഡയമണ്ട് ആർമർ വരെ ട്രേഡ് ആക്കിയിട്ട് ഡയമണ്ട് ആർമർ നമ്മളിനി പോകുന്നുണ്ടാവുക. അപ്പൊ ഇത് കുറച്ചുണ്ടാവുക. അപ്പൊ ആക്കിയിട്ട് വരാം. അങ്ങനെ ഗൈസ് നമ്മളിത് ഇവിടുത്തെ വില്ലേജിന്റെ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അയൺ ഫാമിലിട്ടുള്ളത്. പിന്നെ ഇവർക്ക് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ പമ്പിൻ ഫാം ഉണ്ടാക്കിയുള്ളത്.
ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് ഇപ്പോൾ വെച്ചിട്ടുള്ളൂ, അതുകൊണ്ടൊന്നും വളരാത്തത്. ഇവിടെ ഇത്രക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അറ്റ് എ ടൈം ഒരു സ്റ്റാക്കൊക്കെ പണിക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വലുതായിട്ട് ഇതൊക്കെ ആക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. നമ്മളിത് ഒരു സിസ്റ്റം നമ്മളെ വേൾഡിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ സംഭവം എന്ന് വെച്ച് അപ്പൊ കഴിച്ച എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ വേണ്ടിയത് 2 ദിവസം ടോർച്ചാണ്. ഇങ്ങനത്തെ സംഭവം അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ദിവസം ടോർച്ച് വേണം. ഇപ്പൊ ചാവും ഞാൻ ഇടട്ടെ. ഞാൻ 2 ഒറ്റ ടൈമിൽ വെക്കണം. അത് നടക്കില്ലാന്ന് തോന്നുന്നത്. ഇതൊന്ന് ആക്കിയിട്ട് ഇപ്പൊ വരാം. നേരത്തെ നടന്നിട്ടില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു മോഡ് ഇടണം, എന്നാലാണ് എൻ്റെ അടുത്തോണ്ട് ഇട്ട് കഴിഞ്ഞാൽ ആ ചങ്കിൽ ഓടായിരിക്കുള്ളൂ. ആ സാധനം ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ആദ്യം ചത്തിട്ട് അപ്പോൾ ഇപ്പം ഇട്ടുണ്ട്. കൂടുതൽ നമ്മള് ഡയമണ്ട് ആർമറൊക്കെ അയക്കുക, ഡയമണ്ട് ടൂൾസൊക്കെ അയക്കണേ വിടാ. അപ്പൊ ആ സാധനങ്ങളൊക്കെ എടുത്തിട്ട് റെസ്റ്റോറൻറ്റ് ഇതൊക്കെ ആക്കിയിട്ട് ഇപ്പൊ വരട്ടോ. ഇപ്പൊ കാണിച്ചു തരാം. നേരത്തെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നെതറിലായോണ്ടാണ് അവർക്കകത്ത്. ഇപ്പൊ കാണിച്ചു തരാം എന്താ ചെയ്യേണ്ടതെന്ന്. ഇങ്ങനെ ഏറ്റവും മുന്നേക്ക് എന്നിട്ട് ഈ ഫെൻസിക്ക് ഇങ്ങനെ ഒട്ടി നിൽക്കുക, എന്നിട്ട് ഈ ക്രോസർ ഏറ്റവും പിടിച്ചിട്ട് നിൽക്കുക, എന്നിട്ടാണ്ട് എൻ്റെ അടുത്തോളം ഇടണം. എന്നിട്ട് ഈ ചങ്കുകൾ ലോഡ് അല്ലെങ്കിൽ ലോഡാണെങ്കിൽ ഈ മോഡിട്ടുള്ളതുകൊണ്ട് ലോഡായിരിക്കും. ഇനി ഇങ്ങോട്ട് വാ, ലോഡ് കണ്ടിരിക്കാം. ഞാനിപ്പോൾ കുറേ ദൂരത്തേക്ക് വേണ്ട. ഇപ്പോൾ രണ്ടരീന്ന് നല്ല ദൂരത്തേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടാവും ആ മെഷീന് പോലും കാണില്ല. ആണെങ്കിൽ ഇത്തിരി കൂടി പോവുക. അതപ്പോൾ ഇതാ കുറേ ദൂരമുണ്ട്. ഇനി നിങ്ങളെന്താണ് ചെയ്യേണ്ടത്? അപ്പം മതിയല്ല. ഇനി സ്പീഡിൽ 2 റെസ്റ്റോറൻറ്റ് ടോർച്ച് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതാ കണ്ട. നിങ്ങൾ ഇങ്ങോട്ട് ടെലിപ്പോർട്ട് ആകണം കേട്ടോ. അപ്പൊ ഇത്രക്ക് നല്ല ഈസി സെറ്റപ്പാണ്. ആകെ കുറച്ച് മെറ്റീരിയൽസ് വേണ്ടുള്ളൂ. അപ്പോൾ വീഡിയോന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലായിട്ട് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് ചെക്കൗട്ട് ചെയ്തെടുക്കുക. പിന്നെ ഈ മോഡും കൂടി അതിലിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളത് ഫുൾ സെറ്റ് ഡയമണ്ട് ആർമർ ആയിട്ടുണ്ട്, ഗെയിമർ ജസീമിൻ്റെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ഇനി ചറ്റപ്പര നമുക്ക് ഉണ്ടാക്കണം. ഏത് ഏത് ഇതിപ്പോ ഇന്റെ വീഡിയോ വരുമ്പോ ഗെയിമർ ജസീയുടെ ഒരു 4 വീഡിയോ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോ ഇന്റെ ഒരു വീഡിയോ വരിക. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എടുക്കാനുള്ളൊരു ഇതായിട്ടില്ല. അതുകൊണ്ടാണ് അത് ഇങ്ങനെ ആയിട്ടുള്ളത്. മനസ്സിലായില്ലേ? പിന്നെ അടുത്തെന്താ ചെയ്യാൻ പോണത്? അതിനുള്ള റിസോഴ്സസ് നമുക്ക് എല്ലാത്തിലും എൻഡിങ് ചേർത്തുണ്ട്. പിന്നെ എന്ത് ഇത് പിന്നെ ഇതിൽ വെക്കണ്ടേ? ഇത് ഏത് ജസ്റ്റിൽ വെക്കണ്ടേ? അത് പറ. അല്ല എന്ത് മനസ്സിലായി? അപ്പൊ വീടുണ്ടാക്കാൻ തുടങ്ങാ. ബൈ ദ വേ ഇത് ഞങ്ങളെ വീട് എന്ന് പറയുന്നത് മറ്റടുത്താണ്. ഇതല്ലട്ടെ ശരിക്കുള്ള വീട്. ഇതൊരു ചെറ്റപ്പര എന്നുള്ളൊരു മോഡലേ ഉള്ളൂ. മറ്റേതാണ് റിയൽ ബേസ്. അപ്പൊ അവിടെ ആയിരിക്കും കൂടുതൽ ടൈം ഉണ്ടാവുക. ഇനിയെന്താ എടുക്ക് അല്ല ഏതിലിട്ട് ഞാൻ എടുക്കാം. സ്ഥലം ഷുഗർ കെയിൻ്റെ അതൊക്കെ ഉണ്ടാക്കല്ലേ?
വീടുണ്ടാക്കിയിട്ട് ഇപ്പൊ അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ നമ്മളെ വീട് ഇതായിട്ടുണ്ട്. ഇത് സ്റ്റോറേജ് ഒക്കെ ഇവിടെ ഉണ്ട്, സാധനങ്ങളൊക്കെ ഉണ്ട്. അവിടെയുള്ള സ്റ്റോറേജ് ഫുള്ള് ഇങ്ങോട്ടാക്കിയിട്ടുണ്ട്. പിന്നെ എന്താ ഇവിടെ ഫർണസ്, ക്രാഫ്റ്റിംഗ് ടേബിള്, അഞ്ചില് ലൈറ്റ് സ്റ്റോൺ കട്ടറൊക്കെ ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മളെ വീട്. ഇതായിരിക്കില്ല നമ്മുടെ പെർമനന്റ് വീട്. നമ്മളെ ചങ്കിലേക്കും പെർമനന്റ് വീട്. വീട് എന്ന് പറയുന്ന ഒരു ബേസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ടാറ്റ ബൈ ബൈ.